മഴക്കെടുതികളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചേർത്തലയിൽ വെള്ളക്കെട്ടിൽ വീണ് ഗൃഹനാഥൻ മരിച്ചു. ഇടത്തട്ടിൽ അശോകനാണ് മരിച്ചത്. ശക്തമായ മഴയിൽ കുട്ടനാട്ടിലെ കൈനകരിയിൽ മടവീഴ്ചയുണ്ടായി. കോട്ടയം ജില്ലയിലെ തിരുവാർപ്പ്, ചെങ്ങളം, ഇല്ലിക്കൽ മേഖലകളിൽ വെള്ളം കയറി. മീനച്ചിലാർ പലയിടങ്ങളിലും കര കവിഞ്ഞൊഴുകുകയാണ്. കോട്ടയം ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ എണ്ണം ഇതോടെ 28ആയി. ഇന്നലെ പെയ്ത മഴയിൽ കൊച്ചിയിലും തിരുവനന്തപുരത്തും വെള്ളക്കെട്ടുണ്ടായി. വെള്ളക്കെട്ടിൽ കൊച്ചി കോർപ്പറേഷൻ 2 മാസത്തിനകം നടപടി സ്വീകരിക്കണമെന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. കനത്ത മഴയിൽ തൃശൂർ പെരിഞ്ഞനത്ത് വീടുകളിൽ വെള്ളം കയറി 20ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിലെ ക്യാമ്പിലേക്കാണ് ഇവരെ മാറ്റിയത്. 30ഓളം പേരാണ് ഇപ്പോൾ ക്യാമ്പിലുള്ളത്. എബിൻ ജോസ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. എബിൻ, കൊച്ചിയിൽ എല്ലായിടത്തും തന്നെ ഇന്നലെ വലിയ മഴ, ഇന്നലെ മാത്രമല്ല അതിന് മുൻപത്തെ ദിവസവും കനത്ത മഴയായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ മുതൽ അതിശക്തമായൊരു മഴ കാണുന്നില്ല. എന്താണ് വിവരങ്ങൾ? സ്മിത, മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണ്. പക്ഷേ വെള്ളക്കെട്ട് ഒഴിഞ്ഞിട്ടില്ല. പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായി തന്നെ നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തൃക്കാക്കര, കളമശ്ശേരി നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെയൊക്കെ വലിയ തോതിൽ വെള്ളക്കെട്ടുണ്ടായിരുന്നു. മൂലേപ്പാടം, അതുപോലെ തന്നെ തൃക്കാക്കരയിലെ വിവിധ മേഖലകളിലൊക്കെ വെള്ളം കയറിയിരുന്നു. ഈ വെള്ളക്കെട്ടിന് വലിയ ശമനമില്ല എന്ന് വേണം പറയാൻ. തോടുകൾ കരകവിഞ്ഞൊഴുകുകയാണ്. പ്രധാനമായും മഴക്കാല പൂർവ്വ ശുചീകരണം പാളി എന്നുള്ളത് ഇനി എടുത്തു പറയേണ്ട കാര്യമാണ്. കൊച്ചിൻ കോർപ്പറേഷൻ മേയർ തന്നെ പറയുന്നത് മഴക്കാല പൂർവ്വ ശുചീകരണം നടന്നു, പക്ഷേ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വീഴ്ചയാണ്. അതുപോലെ തന്നെ P&D കോളനിയിലെ ചോർച്ച, ഇത് സംബന്ധിച്ചുള്ള പരിശോധന GCDA തുടങ്ങിയിട്ടുണ്ട്. ഇതിനിടയിലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കൊച്ചിയിലെ വെള്ളക്കെട്ടിൽ കേസെടുത്തിരിക്കുന്നത്. ഈ രീതിയിൽ ഇനിയും മഴ തുടർന്നാൽ വരും ദിവസങ്ങളിലും വെള്ളക്കെട്ടുണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം കഴിഞ്ഞ ഈ 2 ദിവസങ്ങളിൽ കൊച്ചിയിലെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങൾ അനുഭവിച്ച ദുരിതം അത്രയും വലുതാണ്. കളമശ്ശേരി, തൃക്കാക്കര നഗരസഭകളിലെ ഈ അതിർത്തി പങ്കിടുന്ന തോടുകളിൽ ശുചീകരണം നടന്നിട്ടില്ല. പരസ്പരം പഴിചാരുകയാണ് നഗരസഭകൾ. ഇവിടെ ശുചീകരണം നടത്തുന്നത് ആരാണ് എന്നുള്ള ചോദ്യം ഉയർത്തുന്നു. അതായത് ഈ അതിർത്തിയിൽ ആരാണ് ഈ ശുചീകരണങ്ങൾ നടത്തേണ്ടത്, ഈ തോടുകൾ ശുചീകരിക്കേണ്ടത് എന്നുള്ള തർക്കം നിലനിൽക്കുന്നു. ഈ സാഹചര്യം എല്ലാം നിലനിന്നുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും വെള്ളക്കെട്ട് നിലനിൽക്കുന്നത്. സ്മിത. ശരി, എബിൻ ജോസ് ആണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.